പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം, ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും. അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ. ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങൾ ഉണ്ടാക്കും. പല ഗ്രഹങ്ങളും ദിഗ്രഹ യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും, ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും. പക്ഷെ ബുധൻ അങ്ങനെയല്ല. ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു, ചാരി നിൽക്കുന്നു, ആ ഗ്രഹത്തോടു കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. ശനിയും ബുധനും തമ്മിലുള്ള ദിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല. മായാപടു ലംഘക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ മായയിൽ പടുവായിരിക്കും. അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും, ഓപ്പൺ ആയിരിക്കില്ല. ലംഘക ഗുരുവചനാതിക്രാമി, ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല, അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ ദിഗ്രഹ യോഗത്തിൽ പരാമർശിക്കുന്നു. അതത്ര നല്ല യോഗമല്ല. ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി, ചന്ദ്രനോട് കൂടിയും നിൽക്കുമ്പോൾ നല്ല ഫലമാണ്. സത്യപ്രസിദ്ധവാക്യം അർത്ഥനിപുണം, കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും. സൗഭാഗ്യ കീർത്തിയനിതം, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു. ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ മൂലാദി സ്നേഹ കൂടിയൊരു വ്യവഹൃതി വണി ബാഹുയോദ്ധ, കൈകൊണ്ട് യുദ്ധം ചെയ്യും, കൈക്കരുത്തുണ്ടാകും, അയാൾ വലിയ വ്യാപാരിയാകും. വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും, നൃത്തജ്ഞനാവും. ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും, നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ്. ഏതായാലും ബുധൻ ഇതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. സൗമ്യനാണ്, സോമൻ്റെ പുത്രനാണ്, ചന്ദ്രപുത്രനാണ് ബുധൻ. അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ചന്ദ്രനാണ്. തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം. കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിത സ്വജനസ്യ ശത്രു, ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ, കർക്കിടകൻ ജലരാശിയാണ്, അതിലൂടെ ധനം ലഭിക്കും. സ്വജനസ്യ ശത്രു, സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട്. പല ജാതകത്തിലും തുലാൻ ലഗ്നമായി 10ാം ഭാവം കർക്കിടക രാശി വന്നവരുടെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട്. അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട്. അവർ ഷിപ്പിൽ പോകാറുണ്ട്. കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട്. ഇപ്രകാരം ബുധനും രാഹുവും കൂടി വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും. ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മിഥുനമാസം 8ാം തീയതി ബുധൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 70 ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട്. 1201 ചിങ്ങമാസം 14ാം തീയതി വരെ. ഇപ്രകാരം 70 ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂൺ മാസം 22ാം തീയതി മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം.
ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാം രാശിക്കാർക്ക് ബുധൻ ചാരവശാൽ പ്രവേശിച്ചിരിക്കുന്നത് ഒരു നല്ല ശക്തമായ ഭാവത്തിലാണ്, 10ാം ഭാവത്തിലാണ്. ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് ആദിത്യനും ചൊവ്വയ്ക്കും ശക്തമായ ഫലം പറഞ്ഞിരിക്കുന്ന ഭാവമാകുന്നു 10ാം ഭാവം. ഇവിടെ തുലാം രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട് ബുധനി. ഒന്ന് ഭാഗ്യാധിപൻ, 9ാം ഭാവാധിപത്യം, മറ്റൊന്ന് 12ാം ഭാവാധിപത്യം. ഇവിടെ 9ാം ഭാവം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പിതാവ് ഭാഗ്യധർമ്മ ദയാപുണ്യ തവ സ്ഥാതസുതാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാതമി. ഗുരുക്കന്മാർ, പിതാവ്, പൂർവികർ ഉപാസിച്ചു വന്നിരുന്ന പുണ്യങ്ങൾ, ഇതൊക്കെയാണ് 9ാം ഭാവം. ആ ഭാവാധിപനായ ഗ്രഹം നിൽക്കുന്നത് നല്ലൊരു യോഗകാരകനായി, വേശിയോഗ കർത്താവായി 10ാം ഭാവത്തിൽ നിൽക്കുന്നു. സധനഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വരാഹമിഹിരാചാര്യൻ. ധനത്തോടു കൂടി ആളാകുമെന്നാണ്. ധാരാളം ധനസമ്പാദന യോഗം പറയുന്നു. എന്താണ് ബുധൻ്റെ തൊഴിൽ? ബുധൻ നല്ല ബ്രോക്കറാണ്. ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിച്ച് കാശ് വാങ്ങുന്ന ആളാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ്, ലോട്ടറി ബിസിനസ്സാണ്, ഏത് ഗാംബ്ലിങ്ങും ബുധൻ്റെ തൊഴിലാണ്. രജിസ്ട്രേഷനാണ്, പ്രമാണങ്ങളാണ്, ആധാരങ്ങളാണ്, പ്രിൻറ്റിംഗ് ടെക്നോളജിയാണ്. ഇതൊക്കെ ബുധൻ്റെ തൊഴിലുകളാകുന്നു. ഇതിലൊക്കെ അനുഭവങ്ങൾ നന്നായി വരുത്തും ഈ ബുധൻ തുലാം രാശിക്കാർക്ക്. സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാത്യുൽപാദനം കർമ്മണാം ആജ്ഞ ആലംബനയോശ്ച സിദ്ധി ദാസാവാപ്തി കീർത്തിയുദ്ഗമാഹ. നല്ല ഭൃത്യന്മാരെ കിട്ടും. പലപ്പോഴും തൊഴിലാളികളെ കിട്ടാതെ കഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നല്ല അനുകൂലമായ തൊഴിലാളികളെ ലഭിക്കും ഈ സമയത്ത്. അങ്ങനെ പുതിയ പദ്ധതികൾ ആരംഭിക്കാം, പുതിയ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാം. ധാരാളം നല്ല ഫലങ്ങളാണ്. അമരഗൃഹാതി ഉൽപ്പാദനം, ദേവാലയവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപരിക്കാം. ഇവിടെ 4ാം ഭാവം ധർമ്മദേവ സങ്കേതത്തിലാണ് ബുധൻ നോക്കുന്നത്. അതിനാൽ ധർമ്മദേവ സങ്കേതങ്ങളുടെ പുനരുദ്ധാരണം നടത്താം. അത് ഭാഗ്യാധിപനാണ്. പൈതൃകമായ സ്വത്ത്, അല്ലെ പൈതൃകമായി തനിക്കിട്ടിയ അനുഭവങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാം? വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ധാരാളം നന്മകൾ തുലാം രാശിക്കാർക്ക് പ്രദാനം ചെയ്യും ഈ ബുധൻ. സ്വതവേ തുലാം രാശിയുടെ സ്വഭാവം എന്താകുന്നു? ദേവബ്രാഹ്മണ സാധു പൂജന രഥ. ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന ആളാണ് തുലാം രാശിക്കാർ. അതിന് പറ്റിയ സമയമാണിപ്പോൾ. മിതം നോ സംലഭേത് നോമിതം സംലഭേത പ്രസാദേതരാപതി സൗരാജ്യ വൃത്തി. ബഹുകർമ്മകെ പൂജനീയോ വിശേഷാൽ പിതുസമ്പദ നീതിദണ്ഡാധികാരാൽ. അച്ഛൻ്റെ സമ്പത്ത് കിട്ടും, പൂർവികമായി അച്ഛൻ്റെ സ്വത്ത് കിട്ടുക, പിതാവിൻ്റെ ബിസിനസ് ഏറ്റെടുക്കുക. പലപ്പോഴും ഒരുപക്ഷെ പിതാവ് മരിച്ചവർക്ക് ഡൈ ഹാർഡ്നെസ്സിൽ ജോലി ലഭിക്കുക. അച്ഛൻ്റെ മാർഗം പിന്തുടരുക മകനും, വ്യാപാരത്തിലായാലും ജോലിയിലായാലും ഒക്കെ തന്നെ. നീതിദണ്ഡാധികാരം, നീതിയും ദണ്ഡവും ശിക്ഷയും നടപ്പിലാക്കാനുള്ള അധികാരം കിട്ടും. അതിനാൽ ജോലി സങ്കേതം വളരെ ശോഭനമായിരിക്കും ഈ 70 ദിവസക്കാലം. അധികം സംസാരിക്കാതെ ധാരാളം വരവ് വരും. ഈ രജിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ, ആധാര വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ധാരാളം കാശ് ലഭിക്കുന്ന 70 ദിവസങ്ങളാണ്. കർമ്മമേഖലയിൽ ഒരു വലിയ പരിവർത്തനം വരും. അതിനാൽ പ്രിയപ്പെട്ട തുലാം രാശിക്കാർ വളരെ സജീവമായി രംഗത്തിറങ്ങണം, മടിച്ചു നിൽക്കരുത്. ഈ 70 ദിവസക്കാലം ബുധൻ വളരെ അനുകൂലമായി നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും. ധർമ്മദേവ സങ്കേതങ്ങളിൽ മലയാള മാസം വരുമ്പോൾ അവിടെ വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ സമർപ്പിക്കുക. അവിടെ എന്തൊക്കെയാണ്, ഏത് ദേവതകളാണ്, അവർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുക. അപ്രകാരം തന്നെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ദേവന് വേണ്ട വഴിപാടുകൾ, പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഇതൊക്കെ ചെയ്യുക. ആ ബുധൻ വൈകല്യവാനാണ്, പാതിത്യം വരുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു കണ്ണ് വേണം നാം ചെയ്യുന്ന ജോലിക്കാര്യങ്ങളിൽ. അധികം പറയാനില്ല. തുലാം രാശിക്കാർക്ക് അത് അസാധ്യമായ സമയമാറ്റം ഇതാ സമാഗതമാകുന്നു.